ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുവാണെങ്കിൽ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7:30 കൂടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികളുടെ എക്സാമും കൂടിയാണ്, ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ അമ്മു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്. എന്നിരുന്നാലും അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വേഗം പൂജിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നേരെ നമ്മുടെ അടുത്തുള്ളൊരു അമ്പലമാണ് വടകുറുമ്പ ടെമ്പിൾ തിരൂർ. ഓക്കെ, അപ്പോൾ അത് നല്ല നമുക്ക് എല്ലാ ഉത്സവങ്ങളിലും എല്ലാ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പോകാറുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് വന്ന് പൂജിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടേജ്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മുടെ വീടിനടുത്തുള്ള ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ നേരെ വന്ന് വണ്ടി നമ്മുടെ അമ്പലത്തിൻ്റെ സെൻറ്ററോട് കൂടിയിട്ട് നിർത്തി. അങ്ങനെ പൂജാരി വന്ന് പൂജ തുടങ്ങി. നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അവസാനിച്ച് അങ്ങനെ അമ്മുക്കുട്ടിയുടെ വക ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഒപ്പം ഒരു താങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു മോഡൽ സപ്പോർട്ടായിട്ട് നമ്മുടെ അച്ചുക്കുട്ടനും കൂടെയുണ്ട്. അവനാണ് ഏകദേശം കാര്യങ്ങൾ ചേട്ടൻ്റെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ പൂജാരി പറഞ്ഞ പോലെ തന്നെ കാറിന് ആ നാളികേരമായിട്ടൊന്ന് ചുറ്റി വന്ന് കാറിന് നല്ല രീതിയിൽ ഒരു 3 പ്രാവശ്യം ഒഴിഞ്ഞ് ഗണപതിയുടെ ഭാഗത്ത് പോയിട്ട്, ഗണപതിയുടെ പ്രതിഷ്ഠയുടെ അടുത്ത് പോയിട്ട് നാളികേരം ഉടയ്ക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ചുകൂട്ടിന് എല്ലാത്തിനും ഒരു സപ്പോർട്ടായിട്ട് തന്നെ കൂടെയുണ്ട്. അപ്പോൾ പൂജാരി പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ഒപ്പം ഞങ്ങളും കൂടെയുണ്ട്. ഗണപതിയുടെ ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, അവിടെ പോയിട്ടാണ് നാളികേരം ഉടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗണപതിയുടെ വിഗ്രഹത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ആൽത്തറയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ നാളികേരം ഉടയ്ക്കേണ്ടത്. അപ്പോൾ അവരുടെ പിന്നിലായിട്ട് ഞങ്ങളും ഉണ്ട് കേട്ടോ. ഞാനും അമ്മും ഉണ്ട്. അവരാണ് മുന്നിൽ നടക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കാരണം ഞങ്ങൾ ബാക്കിലായി പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ചേട്ടനാണെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ചുകുട്ടനെ കൊണ്ട് നാളികേരം ഉടപ്പിക്കാനുള്ള മൈൻഡായിരുന്നു. അങ്ങനെ നാളികേരം ഉടയ്ക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവനെ ഒരു ഭയം, അത് പൊട്ടില്ലേ എന്നുള്ള അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ട് അച്ഛൻ തന്നെ പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനും പറഞ്ഞു, നീ പൊട്ടിച്ചോ, അങ്ങനെ പൊട്ടാതിരിക്കുന്നില്ല, പൊട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ എറിയണം, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ അവനത് എറിയാനുള്ള ഒരു തയ്യാറെടുപ്പിലായി. അങ്ങനെ അത് എറിഞ്ഞു. നാളികേരമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അടുത്തതായിട്ട് പൂജ കഴിച്ച് കിട്ടിയിട്ടുള്ള ആ താക്കോല് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ താക്കോലെടുത്തു. പൂജയും കാര്യങ്ങളും വഴിപാടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, അപ്പോൾ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോഴും കയറിയിട്ടില്ല. അച്ചും അമ്മും അതുപോലെ ചേട്ടനാണ് വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് റെഡി ആയതിനു ശേഷം ഞാനും അതിൽ കയറും. അപ്പോൾ അങ്ങനെ അവരൊക്കെ കയറി വണ്ടി ഒന്ന് മൂവ് ചെയ്ത് പൂജിച്ച് താക്കോല് കയ്യിൽ കിട്ടിയതാണല്ലോ. അപ്പോൾ അതൊന്ന് എടുക്കുന്നതൊരു നല്ല രീതിയിലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പൂജിച്ചതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം അങ്ങനെ ഇനിയുള്ള യാത്ര വീട്ടിലേക്ക്. അപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴനിക്കാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു യാത്രയായിട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ പൂജയുടെ തലേദിവസമാണ് ഈ സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ പേര് കുട്ടികളുടെ പേര് തന്നെയാണ് അമൃതാരോഗ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലായിട്ട് എപ്പോഴും വീട്ടുപേര് നൽകാറുണ്ട്. അപ്പോൾ വീട്ടുപേര് നമ്മുടെ വീട്ടുപേര് വരുന്നത് പാറയ്ക്കൽ എന്നാണ്. അപ്പോൾ അതുകൂടെ ബാക്കിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാറും കൂടെ കൊടുത്തിട്ടുണ്ട്, ഉത്രം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫാമിലി പിക്ക് കൂടെ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടാറ്റാ.